നമസ്കാരം. പ്രധാന വാർത്തകൾ. 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതിയ റിപ്പബ്ലിക് ദിന പരേഡ്. വിവിധയിടങ്ങളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പ്രൗഢമായി. വേലൂർ കിരാലൂരിൽ പ്രവർത്തനരഹിതമായ എണ്ണ നിർമ്മാണ കമ്പനി കോമ്പൗണ്ടിൽ തീപിടുത്തം. 2.5 ഏക്കറിലധികം വിസ്തൃതിയുള്ള പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടിയിൽ തെങ്ങ് കടമുറിഞ്ഞു വീണ് വീടിന്റെ ചുമരും പാരപ്പറ്റും തകർന്നു. കല്ലിങ്ങൽ പീടികയിൽ ബീവിയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. ചൂണ്ടൽ പുതുശ്ശേരിയിൽ പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എരുമപ്പെട്ടി നെല്ലുവായിൽ റോഡരികിലെ സ്ലാബ് തകർന്ന ലോറി ചെരിഞ്ഞു. വാർത്തകൾ വിശദമായി. 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് കർത്തവ്യപഥിൽ നടന്നു. രാവിലെ 9:30 പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ യുദ്ധസ്മാരകത്തിൽ എത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പ്രധാനമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് സൈനിക ശക്തിയും സാംസ്കാരിക ശക്തിയും വിളിച്ചോതുന്ന പരേഡ് നടന്നു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ദെർ ലയൻ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരാണ് മുഖ്യാതിഥികൾ. കേരളത്തിന്റെ അടക്കം 30 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരന്നു. 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും പ്രമേയമാക്കിയ നിശ്ചല ദൃശ്യമാണ് കേരളം അവതരിപ്പിച്ചത്. ആഘോഷ പരിപാടികൾ കണക്കിലെടുത്ത് ദില്ലിയിൽ അതീവ സുരക്ഷയും ഒരുക്കിയിരുന്നു. വേലൂർ കിരാലൂരിൽ പ്രവർത്തനരഹിതമായ എണ്ണ നിർമ്മാണ കമ്പനി കോമ്പൗണ്ടിൽ തീപിടുത്തം. 2.5 ഏക്കറിലധികം വിസ്തൃതിയുള്ള പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. കമ്പനിയുടെ ഗോഡൌണിലും പറമ്പിലും ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കന്നാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കത്തിനശിച്ചു. തീ ജനവാസ കേന്ദ്രത്തിന് സമീപത്തേക്ക് പടർന്നു പിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത്. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടിയിൽ തെങ്ങ് കടമുറിഞ്ഞു വീണ് വീടിന്റെ ചുമരും പാരപ്പറ്റും തകർന്നു. എരുമപ്പെട്ടി BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് കോമ്പൗണ്ടിൽ നിന്നിരുന്ന തെങ്ങാണ് സമീപത്തുള്ള കല്ലിങ്ങൽ പീടികയിൽ ബീവിയുടെ വീടിന് മുകളിലേക്ക് വീണത്. തെങ്ങിന്റെ കടഭാഗം ഉണങ്ങി ദ്രവിച്ച അവസ്ഥയിലാണ്. അപകടാവസ്ഥയിൽ നിന്നിരുന്ന തെങ്ങ് മുറിച്ചു മാറ്റണമെന്ന് വീട്ടുകാർ മുൻപ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതർ തയ്യാറായില്ലെന്ന് പറയുന്നു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 1:30 സംഭവം. ടെറസിന്റെ പാരപ്പറ്റും ചുമരും തകർന്നു. വാർഡ് മെമ്പർ NK കബീർ സ്ഥലത്തെത്തി പഞ്ചായത്തിലും വില്ലേജിലും നിവേദനം നൽകി. ചൂണ്ടൽ പുതുശ്ശേരിയിൽ പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുതുശ്ശേരി ഐക്യ ആർട്ട് ഫാമിലേക്കുള്ള റോഡിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. പുതുശ്ശേരി റോഡിൽ നിന്നും തൃശൂർ റോഡിലേക്ക് പ്രവേശിക്കുന്ന കയറ്റത്തിൽ വെച്ചാണ് പെട്ടി ഓട്ടോ മറിഞ്ഞത്. ഐസ്ക്രീം വിൽപ്പന നടത്തുന്നതിനായി ഉപയോഗിക്കുന്നതാണ് വാഹനം. കയറ്റം കയറി കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതാണ് വാഹനം മറിയുന്നതിന് കാരണമായത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും സബ് ഇൻസ്പെക്ടർ റോബർട്ടിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. തലകീഴായി മറിഞ്ഞ വാഹനം നാട്ടുകാരുടെ സഹായത്തോടെ നേരെയാക്കിയ ശേഷം ഓടിച്ചു പോവുകയായിരുന്നു. കൂനമൂച്ചിയിലെ പെരുന്നാളിന് വിൽപ്പനയ്ക്കായുള്ള ഐസ്ക്രീമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. എരുമപ്പെട്ടി നെല്ലുവായിൽ റോഡരികിലെ സ്ലാബ് തകർന്ന് ലോറി ചെരിഞ്ഞു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായി സെന്ററിന് സമീപമുള്ള കലുങ്ക് പാലത്തിന്റെ സ്ലാബാണ് നാഷണൽ പെർമിറ്റ് ലോറി കയറി തകർന്നത്. ലക്കിടിയിൽ നിന്ന് കൊപ്പത്തേക്ക് അരി കയറ്റി പോവുകയായിരുന്നു ലോറി. എതിരെ വന്നിരുന്ന വാഹനത്തിന് വശം ഒതുക്കി കൊടുക്കുന്നതിനിടയിൽ റോഡരികിലെ സ്ലാബ് പൊട്ടി പിൻചക്രം കാനയിലേക്ക് താഴ്ന്നു. ചെരിഞ്ഞെങ്കിലും ലോറി റോഡരികിലെ കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് മറിയാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിമാറ്റി. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗുരുവായൂർ തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. സർവീസ് പുനരാരംഭിച്ചതിന്റെ ആവേശവും സന്തോഷവും പങ്കുവയ്ക്കാൻ സാംസ്കാരിക കൂട്ടായ്മയായ ദൃശ്യ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ മധുരപലഹാര വിതരണം നടത്തി.
ഉദ്ഘാടന സർവീസ് ദിനമായ തിങ്കളാഴ്ച ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർക്കും ജീവനക്കാർക്കുമാണ് മധുരം നൽകിയത്. സ്റ്റേഷൻ മാസ്റ്റർ നിഷാജിന് മധുരം നൽകി. ദൃശ്യ പ്രസിഡന്റ് കെ ഗോവിന്ദദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. യാത്രാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രാദേശിക കൂട്ടായ്മകളുടെ ഇടപെടലിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ആഘോഷമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ദൃശ്യ സെക്രട്ടറി ആർ രവികുമാർ, ജോയിന്റ് സെക്രട്ടറി അജിത് ഇഴുവപ്പാടി, ഖജാൻജി വി പി ആനന്ദൻ, ശശി പട്ടത്താക്കിൽ, സി ഉണ്ണികൃഷ്ണൻ, വി ഭരതരാജൻ, എ സി നന്ദകുമാർ, വി മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി. 27-ാം തീയതിയിലെ ബാങ്ക് പണിമുടക്ക് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. രണ്ടാം ശനിയും ഞായറും റിപ്പബ്ലിക് ദിനവുമടക്കം തുടർച്ചയായ 3 അവധി ദിനങ്ങൾക്ക് ശേഷം വരുന്ന ദിവസമാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർച്ചയായി 3 ദിവസം പോലും ബാങ്ക് അവധി പാടില്ല എന്ന മുൻകാലങ്ങളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് പാലിക്കാത്ത അവസ്ഥയാണ്. വ്യാപാരികൾ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 2 ദിവസത്തിൽ കൂടുതൽ ബാങ്കുകൾ അടച്ചിടാതിരിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ അനിവാര്യമാണെന്നും ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള സമരമുറയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നുവെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് പറഞ്ഞു. KVVS ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോജി തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനാധിപത്യ സംവിധാനത്തിൽ സമരം അനിവാര്യമാണ്, അതെല്ലാവർക്കും അറിയാം. സമരം ആവശ്യമാണ്, സമരത്തെ ഞങ്ങൾ തള്ളി പറയുന്നില്ല. പക്ഷേ അത് പൊതുജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അവിടെയാണ് മനഃപൂർവ്വം 3 ദിനം അവധിയാണെന്ന് അറിഞ്ഞിരുന്നിട്ടും 4ാമത് ദിനത്തിൽ സമരം പ്രഖ്യാപിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥർ ജനങ്ങളെ വലയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിയമം മൂലം നിരോധിക്കേണ്ട അവസ്ഥയുണ്ട്. മുൻകാലങ്ങളിൽ സർക്കാർ നിർദ്ദേശം ഉണ്ടായിരുന്നു 3 ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായി ബാങ്ക് അവധി പാടില്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ സമീപകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവത്തിന് പൊങ്ങിലടിയോടെ സമാപനമായി. പുലർച്ചെ 4:30 നടന്ന പൂരം കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷമായിരുന്നു പ്രധാന ചടങ്ങായ പൊങ്ങിലടി ഉണ്ടായത്. ദാരികാവധത്തിന്റെ സൂചനയായാണ് ഉത്സവ സമാപന ചടങ്ങായ പൊങ്ങിലടി നടത്തുന്നത്. ഇതോടെ 2 ദിവസം നീണ്ടുനിന്ന ചടങ്ങുകൾക്ക് സമാപനമായി. തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനം വെറും വാക്കല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭയിലെ 10ാം വാർഡ് കൌൺസിലർ KM മെഹറൂഫ്. വാർഡിലെ വോട്ടർമാർക്ക് നൽകിയ പ്രധാന ഉറപ്പായ അംഗൻവാടി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. അംഗൻവാടിക്കായി നാട്ടുകാർ സൌജന്യമായി വിട്ടു നൽകിയ 5 സെന്റ് ഭൂമിയുടെ രേഖകൾ കൌൺസിലർ ഏറ്റുവാങ്ങി. 10ാം വാർഡിൽ നഗരസഭയുടെ അംഗൻവാടികളോ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളോ നിലവിലില്ലാത്ത സാഹചര്യത്തിലാണ് മെഹറൂഫ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയത്. കൌൺസിലറായി ചുമതലയേറ്റ് 1 മാസം തികയുന്നതിനു മുൻപ് തന്നെ സ്ഥലം കണ്ടെത്താനായി എന്നത് ശ്രദ്ധേയമാണ്. മാമാ ബസാർ സ്വദേശി റിട്ടയേർഡ് കേണൽ MK മേനോനും പത്നി നന്ദിനി മേനോനും 4 സെന്റ് ഭൂമിയും കുന്നത്തുള്ളി സത്യനാഥൻ 1 സെന്റ് ഭൂമിയുമാണ് നൽകിയത്. ഈ ഭൂമി നഗരസഭയുടെ പേരിലേക്ക് മാറുന്നതോടെ കെട്ടിട നിർമ്മാണം തുടങ്ങുമെന്ന് മെഹറൂഫ് പറഞ്ഞു. കേവലം ഒരു കെട്ടിടം എന്നതിലുപരി കുട്ടികൾക്കായി ശീതീകരണ സംവിധാനം അടക്കമുള്ള അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ സ്മാർട്ട് അംഗൻവാടിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. വെള്ളറക്കാട് ശ്രീ ചിങ്ങങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, തുടർന്ന് നടക്കൽ പറവെപ്പും ഉണ്ടായി. ഉച്ചതിരിഞ്ഞ് വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 8 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. രാത്രിയോടെ പൂരാഘോഷ കമ്മിറ്റികളുടെ ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, വിവിധ കലാരൂപങ്ങൾ, DJ, പൂക്കാവടി തുടങ്ങിയവ ക്ഷേത്രത്തിലെത്തി. കൊരമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്.
ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും 9:30 ലതീഞ്ഞ് ദിവ്യബലി കാഴ്ച സമർപ്പണം നൊവേന എന്നിവ നടന്നു. വികാരി ഫാദർ ജേസൺ മാറൂക്കി കാർമ്മികനായി. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വള എന്നിവയുടെ വെഞ്ചിരിപ്പും ഉണ്ടായി. രാത്രി കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിലെത്തി സംഗമിച്ചു. ശേഷം 150ഓളം ബാൻഡ് വാദ്യ കലാകാരന്മാർ അണിനിരന്ന സംയുക്തവാദ്യം അരങ്ങേറി. തിങ്കളാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 7 മണിക്ക് ദിവ്യബലിയും 10 മണിക്ക് ഫാദർ ജിജോ തറയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ആഘോഷമായ പാട്ടുകുർബാനയും ഉണ്ടായി. ഫാദർ അജിത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 4-ന് ഇടവകാംഗം ഫാദർ ജോസ് കിടങ്ങൻ കാർമ്മികനായി ദിവ്യബലിയും തുടർന്ന് 5 മണിക്ക് വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടന്നു. ശേഷം വാനിൽ വിസ്മയം തീർത്ത വർണ്ണമഴയും ബാൻഡുവാദ്യ മത്സരവും അരങ്ങേറി. വികാരി ഫാദർ ജേസൺ മാറോക്കി, കൈക്കാരന്മാരായ KV ജോയ്, അൽഫോൺസ് മുട്ടത്ത്, MK റെജി, ജോഷി വർഗീസ്, ജനറൽ കൺവീനർ ഷാജൻ മാറോക്കി എന്നിവർ നേതൃത്വം നൽകി. കണ്ണന്റെ സന്നിധിയിൽ ഓടക്കുഴൽ നാദത്തിന്റെ മധുരം പകർന്ന് കൃഷ്ണഗീതം കച്ചേരി അരങ്ങേറി. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗീതാർച്ചന ഭക്തജനങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമായി. പുല്ലാങ്കുഴൽ അധ്യാപകൻ അശോക് കുമാറും അദ്ദേഹത്തിന്റെ ശിഷ്യരും ചേർന്നാണ് 1 മണിക്കൂർ നീണ്ടുനിന്ന പുല്ലാങ്കഴൽ കച്ചേരി അവതരിപ്പിച്ചത്. കൃഷ്ണഭക്തി തുളുമ്പുന്ന കീർത്തനങ്ങൾ പുല്ലാങ്കുഴലിലൂടെ ഒഴുകിയെത്തിയപ്പോൾ ഓഡിറ്റോറിയം സംഗീത സാന്ദ്രമായി. ഗുരുവിനൊപ്പം 5 ശിഷ്യന്മാരും ചേർന്ന് അവതരിപ്പിച്ച സംഗീത സമർപ്പണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. CR ശ്രീരുദ്ര, നിഖിൽ M മാധവൻ, MP അജയൻ, രാമചന്ദ്രൻ എടപ്പാൾ, സജേഷ് എടപ്പാൾ എന്നിവരാണ് അശോക് കുമാറിനൊപ്പം വേണുനാദം പൊഴിച്ചത്. ദുബായിൽ നടക്കുന്ന ആയുഷ് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഹോമിയോ ഡോക്ടർക്ക് ക്ഷണം. കരൾ രോഗ ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തി അവതരിപ്പിക്കും. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഫെബ്രുവരി 15 മുതൽ 17 വരെ നടക്കുന്ന ആയുഷ് ഇന്റർനാഷണൽ കോൺഫറൻസിൽ കേരളത്തിൽ നിന്ന് ഹോമിയോപ്പതി മേഖലയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ഷംന ഹംസ പ്രബന്ധം അവതരിപ്പിക്കും. BHMSൽ ഗോൾഡ് മെഡലിസ്റ്റായ ഡോക്ടർ ഷംന ഹംസ ബീഗം ഹോമിയോ കെയറിന്റെ ചീഫ് കൺസൾട്ടന്റായി എരുമപ്പെട്ടി, പാവർട്ടി, പൂട്ടൂർ കേന്ദ്രങ്ങളിലായി സേവനം ചെയ്തുവരികയാണ്. എഫക്റ്റീവ്നെസ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ഇൻ ട്രീറ്റിംഗ് ലിവർ ഡിസീസ് എന്ന വിഷയത്തിലാണ് പ്രബന്ധാവതരണം നടത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹോമിയോപാത്ത് കേരളയെ പ്രതിനിധീകരിച്ച് തൃശൂർ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ഡോക്ടർ എന്ന പ്രത്യേകതയും ഡോക്ടർ ഷംന ഹംസയ്ക്കുണ്ട്. ഫോക്ലോർ അവാർഡ് ജേതാവും സംഘംകളി ആചാര്യനുമായ തയ്യൂർ മൂത്തമന പരമേശ്വരൻ നമ്പൂതിരിയെ ആദരിച്ചു. കേരളീയ ക്ഷേത്ര കലാസംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ആദരവ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഞാങ്ങാട്രി മഹർഷി വിദ്യാലയം സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആദര സമ്മേളനം മഹർഷി വിദ്യാലയം സീനിയർ സെക്കൻഡറി സ്കൂൾ ചെയർമാൻ TK വിനയ ഗോപാൽജി ഉദ്ഘാടനം ചെയ്തു. A. വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കേരളീയ ക്ഷേത്ര കലാസംഘം പ്രസിഡന്റ് ഡോക്ടർ CV ദിനേശ് കർത്ത അധ്യക്ഷനായി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചുണ്ടൽ ശ്രീ മേലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. രാവിലെ 5:30 നട തുറക്കലിന് ശേഷം അഷ്ടദ്രവ്യ ഗണപതി ഹോമവും തുടർന്ന് വിശേഷാൽ പൂജകളും രാവിലെ 8 മുതൽ 10 വരെ നടക്കൽ പറവെപ്പും ഉണ്ടായി. ഉച്ചയ്ക്ക് 2-ന് ആലത്തിയൂർ മനയിൽ നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. ഉച്ചയോടെ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേശം ചുറ്റി 4:30 ക്ഷേത്രാങ്കണത്തിലെത്തി. 6:10 കേരളത്തിലെ തലയെടുപ്പുള്ള കൊമ്പന്മാർ അണിനിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടായി. 6:45 മുതൽ പരമ്പരാഗത നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തി. 7 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക അരങ്ങേറി. രാത്രി 12-ന് ക്ഷേത്രത്തിൽ നിന്നും ആലത്തിയൂർ മനയിലേക്ക് പാനക്കുടം എഴുന്നള്ളിച്ച് പുലർച്ചെ 3 മണിയോടെ തിരികെ എഴുന്നള്ളിക്കും. തുടർന്ന് പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരങ്ങളുടെ വരവും ഉണ്ടാകും. പുലർച്ചെ 5:30-ന് ഗുരുതി സമർപ്പണത്തോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകും. താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകിട്ട് 7 മണി മുതൽ വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വേല, തെയ്യം, തിറ തുടങ്ങിയ കലാരൂപങ്ങളും ക്ഷേത്രാങ്കണത്തിലെത്തിയിരുന്നു. ക്ഷേത്രസമിതി ഭാരവാഹികളായ VT ശരത്, PR മനോജ്, ബാബുരാജ് കാഞ്ഞിരപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ കുറുമാൽ കനാൽ റോഡിൽ മരം വീണു. നിരവധി യാത്രക്കാർ പോകുന്ന വഴിയിലാണ് സംഭവം. നാട്ടുകാർ പഞ്ചായത്തിലും വാഴാനി ഇറിഗേഷനിലും പരാതി നൽകിയിട്ടും മരം മുറിച്ചു മാറ്റാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ലെന്ന് പറയുന്നു. തുടർന്ന് നാട്ടുകാരുടെയും വാർഡ് മെമ്പറിന്റെയും നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി. 4 മണിക്ക് 5 മണിക്ക് 6 മണിക്ക് 7 മണിക്ക് 8 മണിക്ക് 9 മണിക്ക് 10 മണിക്ക് 11 മണിക്ക് 12 മണിക്ക് 13 മണിക്ക് 14 മണിക്ക് 15 മണിക്ക് 16 മണിക്ക് 17 മണിക്ക് 18 മണിക്ക് 19 മണിക്ക് 20 മണിക്ക് 21 മണിക്ക് 22 മണിക്ക് 23 മണിക്ക് 24 മണിക്ക് 25 മണിക്ക് 26 മണിക്ക് 27 മണിക്ക് 28 മണിക്ക് 29 മണിക്ക് 30 മണിക്ക് 31 മണിക്ക് 32 മണിക്ക് 33 മണിക്ക് 34 മണിക്ക് 35 മണിക്ക് 36 മണിക്ക് 37 മണിക്ക് 38 മണിക്ക് 39 മണിക്ക് 40 മണിക്ക് 41 മണിക്ക് 42 മണിക്ക് 43 മണിക്ക് 44 മണിക്ക് 45 മണിക്ക് 46 മണിക്ക് 47 മണിക്ക് 48 മണിക്ക് 49 മണിക്ക് 50 മണിക്ക് 51 മണിക്ക് 52 മണിക്ക് 53 മണിക്ക് 54 മണിക്ക് 55 മണിക്ക് 56 മണിക്ക് 57 മണിക്ക് 38 മണിക്ക് 39 മണിക്ക് 40 മണിക്ക് 41 മണിക്ക്
ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘം ചാവക്കാടിന്റെ ജനറൽ ബോഡി യോഗവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു. ഫർക്ക റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന യോഗം ചാവക്കാട് SI അബ്ദുൾ ബാസിത്ത് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘം പ്രസിഡന്റ് MS ശിവദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AK അലി റിപ്പോർട്ടും ട്രഷറർ VK ഷാജഹാൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സർക്കാരിൽ നിന്നും ക്ഷേമ ബോർഡിൽ നിന്നും വേണ്ടതായ അംഗീകാരം ഒന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. 15 വർഷം കഴിഞ്ഞ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനത്തിൽ നിന്ന് ഓട്ടോറിക്ഷകളെ ഒഴിവാക്കി പഴയപടിയിലേക്ക് മാറ്റണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് MS ശിവദാസ്, സെക്രട്ടറി AK അലി, ഖജാൻജി VK ഷാജഹാൻ, ഓഡിറ്റർ KR രമേശ് എന്നിവരെ തെരഞ്ഞെടുത്തു. KA ജയതിലകൻ, KR സുബ്രു, KV ഷാജി, അലി കാർഗിൽ, PA ഷാജി, നരിയമ്പുള്ളി ഷാജി, ബാബു എന്നിവർ സംസാരിച്ചു. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യനോസിന്റെ തിരുനാളാണ് ആഘോഷിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5:30 ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടൻ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു. തുടർന്ന് പൊതുസമ്മേളനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. തിരുനാൾ ദിവസമായ തിങ്കളാഴ്ച രാവിലെ 7-ന് മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ അമൽ ചാഴൂർ, ഫാദർ എഡ്വിൻ ജോർജ് അപ്പക്കോട്ട്, ഫാദർ നോബിൾ ഐനിക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ ഭക്തിനിർഭരമായ പ്രദക്ഷിണമുണ്ടായി. രാത്രി കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പുകളുടെ സമാപനത്തിനു ശേഷം ആകാശത്ത് വിസ്മയം തീർക്കുന്ന വർണ്ണമഴ അരങ്ങേറും. മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുത്താണിക്കൽ, CL ഫ്രാൻസിസ്, CT ജേക്കബ്, CT ജാക്സൺ, CP മെൽവിൻ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. കേരളത്തിലെ മാരത്തോൺ ചരിത്രത്തിൽ വേറിട്ട നിമിഷം സൃഷ്ടിച്ച ഭിന്നശേഷി അംഗങ്ങൾ വീൽചെയറിൽ പങ്കെടുത്ത് കലയുടെ താളത്തിൽ കൊട്ടിക്കയറി. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നടന്ന പ്രത്യേക വേദിയിലാണ് 1 മണിക്കൂർ നേരം 18 അംഗങ്ങൾ ജേഴ്സി അണിഞ്ഞ് താളം കൊട്ടിയത്. പരിമിതികൾക്കപ്പുറം മനസ്സ് പറക്കുന്ന വേഗതയിൽ ശിങ്കാരിമേളത്തിൽ ആടിത്തിമിർത്തു. തൃശൂർ മാരത്തോണിന്റെ ഭാഗമായി ബാക്ക് ടു ട്രാക്ക് വീൽചെയർ റൺ എന്ന ഓട്ടത്തിൽ 15ഓളം ഭിന്നശേഷി അംഗങ്ങൾ മാരത്തോണിൽ പങ്കെടുത്തു. വീൽചെയറിൽ വളണ്ടിയർമാരുടെ സഹായത്തോടെ ഓരോ ചക്രവും തിരിഞ്ഞപ്പോൾ 700 മീറ്ററിലധികം ദൂരം വീൽചെയറിൽ പിന്നിട്ട് മാരത്തോണിൽ പങ്കെടുത്തത് ആത്മവിശ്വാസത്തിന്റെ പുതിയൊരു യാത്രയായി. ഭിന്നശേഷി അംഗങ്ങളുടെ കലയുടെ താളവും മാരത്തോണിന്റെ വേദിയും ഒന്നിച്ചപ്പോൾ കേരളത്തിന്റെ കലാകായിക ചരിത്രത്തിൽ അപൂർവമായ നിമിഷമായി. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരുടെ കലാസംഘടനയായ പൂമ്പാറ്റ ടീം ഫൗണ്ടർ ഡോക്ടർ പെപ്പിൻ ജോർജ്, കോർഡിനേറ്റർ അർപ്പണ നാരായണൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. CPIM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. പൂവത്തൂരിൽ നടന്ന പൊതുയോഗം SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CF രാജൻ, RA അബ്ദുൾ ഹക്കീം, തുളസി രാമചന്ദ്രൻ, ലതി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ചിറനല്ലൂർ സെന്റ് ജോസഫ് LP സ്കൂളിന്റെ ശതാബ്ദി സമാപനവും യാത്രയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും സംഘടിപ്പിച്ചു. വിദ്യാലയാങ്കണത്തിൽ നടന്ന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ എൻഡോമെന്റ് വിതരണം നടത്തി. വിരമിക്കുന്ന പ്രധാനാധ്യാപിക TJ ബീന ടീച്ചറുടെ ഫോട്ടോ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ അനാച്ഛാദനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സച്ചിൻ പ്രകാശ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ,
ഗ്രാമപഞ്ചായത്ത് അംഗം ജെസി ജോസഫ്, സ്കൂൾ മാനേജർ ഫാദർ മനോജ് താണിക്കൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ അനീഷ് ലോറൻസ്, PTA പ്രസിഡന്റ് സുനിത ഷിജു, MPTA പ്രസിഡന്റ് CH റഷീന, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് CS ശശി, സ്റ്റാഫ് പ്രതിനിധി TJ സിമി, സ്കൂൾ ലീഡർ മുഹമ്മദ് മെഹഫിൽ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപികയ്ക്ക് സ്റ്റാഫ്, PTA, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഉപഹാരങ്ങൾ നൽകി. TJ ബീന ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എരുമപ്പെട്ടി നെല്ലുവാശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. മുരിങ്ങത്തേരി, നെല്ലുവായ് ദേശങ്ങളും കുട്ടഞ്ചേരി, മുണ്ടങ്കോട് വിഭാഗങ്ങളുമാണ് വേലയിലെ പ്രധാന പങ്കാളികൾ. നെല്ലുവായ് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് രാവിലെ 8:30 നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ പാണാട്ടുകാവിൽ നിന്ന് ധന്വന്തരി ക്ഷേത്രത്തിലേക്ക് ഉണ്ടായി. ഉച്ചയ്ക്ക് 12:30 വാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായി. മുരിങ്ങത്തേരി ദേശം രാവിലെ 8 തോമ്പിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മേളത്തിന്റെ അകമ്പടിയോടെ പറ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. 10 പയ്യൂർ മനയിൽ ഇറക്കി എഴുന്നള്ളിപ്പ് നടത്തി. ഉച്ചയ്ക്ക് 12:30 പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കുട്ടഞ്ചേരി വിഭാഗം രാവിലെ 7:30 കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക് മേളത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. 9 നടക്കൽ മേളം നടന്നു. ഉച്ചതിരിഞ്ഞ് 2 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. മുണ്ടങ്കോട് വിഭാഗം ഉച്ചയ്ക്ക് 12:30 കരിംകുട്ടി വനദുർഗ ക്ഷേത്രത്തിൽ നിന്നും നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ കാവടിയുണ്ടായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 4 മണിയോടെ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് ഭഗവതിപൂരം നടന്നു. ഇതിനുശേഷം പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടായി. 11 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ തിറയാട്ടം, ശിങ്കാരിമേളം, തെയ്യക്കാഴ്ച, കരിങ്കാളിവേല, ആണ്ടി, പൂതൻ തുടങ്ങിയ ആചാരാവകാശ വേലകളും ക്ഷേത്രത്തിലെത്തി. തുടർന്ന് അരിപ്പറ, നിറമാല, ചുറ്റുവിളക്ക്, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും ഉണ്ടായി. രാത്രി 7 ഫാൻസി വെടിക്കെട്ട്, നെല്ലുവായ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഗാനമേളയും അരങ്ങേറി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. വാലത്തൂർ മൃഗാശുപത്രിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷ ബിനോജ് അധ്യക്ഷയായി. ഡോക്ടർ ദീപ, വാർഡ് മെമ്പർ കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു. 20,000 രൂപ വിലയുള്ള പോത്തുകുട്ടികളെ 50% സബ്സിഡി നിരക്കിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നൽകിയത്. CPI മണികണ്ഠേശ്വരം ബ്രാഞ്ച് കമ്മിറ്റി രൂപീകരിച്ചു. കേരള മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാ രാജൻ ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂട്ട് ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VM മനോജ്, വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുധീഷ് അമരായിൽ, യുവകലാ സാഹിതി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KM ഉണ്ണികൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം PA അഷ്റഫ്, KP ശങ്കരൻ നായർ, N മിനി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി K ഹരിദാസൻ സെക്രട്ടറി, C സുധയെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി വേല ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രം മേൽശാന്തി അനൂപ് എംബ്രാന്തിരി ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. ഫെബ്രുവരി 23 കുംഭഭരണി കുതിരവേല ആഘോഷിക്കുന്നത്. പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ മുരളി കിഴക്കൂട്ട്, ബാബു വടുതല, സുരേഷ് ഇറക്കത്ത്, സദാനന്ദൻ ഉപ്പത്തിൽ, ബാബു ആചാരി വീട്ടിൽ, ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിപണി. കൃഷ്ണാഞ്ജലി ഡാൻസ് കളക്ഷൻസിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ പണിക്കൽ എൻക്ലേവ് ബിൽഡിംഗിലാണ് കൃഷ്ണാഞ്ജലി ഡാൻസ് കളക്ഷൻസിന്റെ പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കൃഷ്ണാഞ്ജലി ഡയറക്ടർ പ്രീതി സജീവൻ നിർവഹിച്ചു. ഡാൻസ് കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ്, പ്രോപ്പർട്ടീസ്, ബ്രൈഡൽ ഓർണമെന്റ്സ്, കസ്റ്റമൈസ്ഡ് ഡാൻസ് കോസ്റ്റ്യൂം സ്റ്റിച്ചിങ്സ് എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
നൃത്തത്തിനാവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളും ഉത്തരവാദിത്തത്തോടെ തയ്ച്ചു നൽകുന്നു. കൃഷ്ണാഞ്ജലി ഡാൻസ് കളക്ഷൻസ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം. ഫോൺ 9744068615 9061645335. എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷം വർണ്ണാഭം. വിവിധയിടങ്ങളിൽ ദേശീയ പതാക ഉയർത്തി മധുരവിതരണവും ഉണ്ടായി. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം നഗരസഭാംഗണത്തിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും മുൻ ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ദേശീയ ഗാനാലാപനത്തോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമായത്. തുടർന്ന് മധുര വിതരണവും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. വടക്കേക്കാട് ICA ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൺവീനർ കുഞ്ഞാലു വി മൊയ്തു പതാക ഉയർത്തി. വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ കമാൽ, ജിന്നു താന്നിക്കൽ, രാജി എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ദേശഭക്തി ഗാനങ്ങൾ ആഘോഷത്തിന് മിഴിവേകി. ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തളകശ്ശേരി ഹസൻ പതാക ഉയർത്തി. മഹല്ല് ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പെഴുംതറയിൽ ഡോക്ടർ അബ്ദുൾ റസാഖ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് അലി ധാരിമി പ്രാർത്ഥന നിർവഹിച്ചു. സെക്രട്ടറി വലിയ വളപ്പിൽ ഷഫീഖ്, ട്രഷറർ കോട്ടത്തയ്യൽ കുഞ്ഞു മുഹമ്മദ്, സദർ അബ്ദുൾ റഹ്മാൻ ഹിഷാമി, മദ്രസ ലീഡർ മുഹമ്മദ് നിദൻ എന്നിവർ ആശംസകൾ നിർവഹിച്ചു. ഇസ്മായിൽ സുഹരി, ഫൈസൽ സഖാഫി, ഷിഹാബുദ്ദീൻ അഷ്റഫി, ഫാറൂഖ് സയ്യിദി, കമ്മിറ്റി മെമ്പർമാരായ P അബ്ദുൾ റസാഖ്, V മുഹമ്മദ് കുട്ടി എന്നിവർ സംബന്ധിച്ചു. കുന്നംകുളം RSSR VMG സ്കൂളിൽ നടന്ന ചടങ്ങിൽ കിങ് പവർ ക്ലബിന്റെ സഹകരണത്തോടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് പഠനോപകരണ വിതരണവും പ്രീ പ്രൈമറി വിഭാഗത്തിനായുള്ള കളിയുപകരണ വിതരണവും നടന്നു. വാർഡ് കൌൺസിലർ ശ്രീമതി ബീന ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം AEO മൊയ്തീൻ A റിപ്പബ്ലിക് ദിന മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികൾക്കുള്ള കളിയുപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ വേണുഗോപാൽ നിർവഹിച്ചു. HM ഇൻചാർജ് AE ആശ, വർക്കിംഗ് പവർ ക്ലബ് പ്രസിഡന്റ് സാജൻ കേച്ചേരി, സ്കൂൾ മാനേജർ P ടൂപ്പ് മാത്യു, OSA പ്രസിഡന്റ് NK മോഹൻദാസ്, PTA പ്രസിഡന്റ് രേഖ തനീഷ് എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനം ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നഗരസഭ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ AH അക്ബർ ദേശീയ പതാക ഉയർത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യതീന്ദ്രദാസ്, ക്ഷേമകാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മന്ത്രംകോട്ട്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൂറ, വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രഞ്ജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് സ്വച്ഛ് സർവേക്ഷൺ 2025-26 ഭാഗമായി നടന്ന ശുചിത്വ പ്രതിജ്ഞയ്ക്ക് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് B നേതൃത്വം നൽകി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH സലാം നന്ദി രേഖപ്പെടുത്തി. ജനപ്രതിനിധികൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ, ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആദൂർ മഹൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി രാജ്യത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷം ആചരിച്ചു. മഹൽ പ്രസിഡന്റ് KK അബൂബക്കർ പതാക ഉയർത്തി. മഹൽ ഖത്തീബ് ഹാഫിൾ ഇബ്രാഹിം ഫൈസി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. മഹൽ സെക്രട്ടറി MP റഫീഖ് തങ്ങൾ, വൈസ് പ്രസിഡന്റ്മാരായ KH മുഹമ്മദ് കുട്ടി, KC മൊയ്തുട്ടി, ജോയിന്റ് സെക്രട്ടറി റസാഖ് വാഫി, ട്രഷറർ മൊയ്തുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മഹൽ ഭാരവാഹികൾ, ഉസ്താദുമാർ, മഹൽ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബേഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ഭരണഘടനയുടെ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രിൻസിപ്പാൾ C ഷേബ ജോർജ് വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രസംഗം, സ്കിറ്റ്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്ന വേഷവിധാനങ്ങളോടുകൂടിയ ഫാൻസി ഡ്രസ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, അധ്യാപകരായ AK ഷീജ, MR രമ്യ, M സജിത, ലത കാഞ്ഞങ്ങാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വം കാര്യാലയത്തിന് മുൻപിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ദേവസ്വം സുരക്ഷാ വിഭാഗത്തിലെ വിമുക്ത ഭടന്മാരുടെ പരേഡിൽ ചെയർമാൻ അഭിവാദ്യം സ്വീകരിച്ചു. ദേവസ്വം സെക്യൂരിറ്റി സൂപ്പർവൈസർ N സുബ്രഹ്മണ്യാണ് വിമുക്ത ഭടന്മാരുടെ പരേഡിനെ നയിച്ചത്. തുടർന്ന് ശ്രീവത്സം അതിഥി മന്ദിരത്തിലും ആനത്താവളത്തിലും ദേവസ്വം ഭരണസമിതി അംഗം C മനോജും ദേവസ്വം മെഡിക്കൽ സെന്റർ കാവേട്, ഗോശാല എന്നിവിടങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറും ദേശീയ പതാക ഉയർത്തി. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ K ഗീത, പ്രമോദ് കളരിക്കൽ, TK രാധിക, M രാധ, അസിസ്റ്റന്റ് മാനേജർ KK സുഭാഷ്, ഹെൽത്ത് സൂപ്പർവൈസർ ഡോക്ടർ MN രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയിൽ വിപുലമായ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു.
ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങ് നഗരത്തിന്റെ ഐക്യവും ദേശസ്നേഹവും വിളിച്ചോതുന്നതായി. നഗരസഭാ കാര്യാലയത്തിൽ രാവിലെ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ദേശീയപതാക ഉയർത്തി. വായനശാല വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കെ ജ്യോതിരാജ് പുഷ്പഹാരം അണിയിച്ചു. നഗരസഭാ അഗതി മന്ദിരത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി അനൂപും പകൽ വീട്ടിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AT ഹംസയും ദേശീയപതാക ഉയർത്തി. തുടർന്ന് വർണ്ണശബളമായ റിപ്പബ്ലിക് ദിന പരേഡുമുണ്ടായി. നഗരസഭാ പരിധിയിലെ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരും പങ്കെടുത്തു. നഗരസഭാ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി ടൗൺഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലകാലത്ത് നഗരസഭയുടെ ഫസ്റ്റ് എയ്ഡ് ബൂത്തിൽ സൗജന്യ സേവനം നടത്തിയ ഡോക്ടർമാർക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും നഗരസഭയുടെ ഉപഹാരം സമ്മാനിച്ചു. കുട്ടഞ്ചേരി GLP സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ശാരിക ടീച്ചർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈബു KV പതാക ഉയർത്തി. CB ടീച്ചർ നന്ദി പറഞ്ഞു. വൈലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ ഭരണഘടനാ ചുമർ സ്ഥാപിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ഭരണഘടനാ ചുമർ സ്ഥാപിച്ചത്. വടക്കേകാട് പഞ്ചായത്ത് 8ാം വാർഡ് മുൻ മെമ്പർ M ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ V ജിയോ ജോർജ് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനാധ്യാപകരായ AT ജോസ്, CC വെറോണിക്ക, PTA പ്രസിഡന്റ് അശ്വതി ശ്രീരാഗ്, അധ്യാപകൻ ജയരാജ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായി ഭരണഘടനാ ആമുഖ വായന, റിപ്പബ്ലിക് ക്വിസ് തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ AACC വിൻസി ജോസ്, ഫ്ലെമി C പ്രസാദ്, N ജോളി ജോസ്, CG മിനി എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ ചിറയൻകാട് 39ാം നമ്പർ അംഗൻവാടിയിലെ റിപ്പബ്ലിക് ദിനാഘോഷം വാർഡ് മെമ്പർ TS മണികണ്ഠൻ പതാക ഉയർത്തി. അംഗൻവാടി വർക്കർ വാസന്തി, ഹെൽപ്പർ സുനന്ദ വാസുദേവൻ എന്നിവർ സംസാരിച്ചു. മധുര വിതരണവും നടത്തി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ പതാക ഉയർത്തി. റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AP രാജൻ, KM റസാഖ്, ജനപ്രതിനിധികളായ SK സദാനന്ദൻ മാസ്റ്റർ, ചന്ദ്രാവതി, സ്വീറ്റി ഷാജു, ജിൻസി സജു, സ്വപ്ന പ്രിൻസ്, സന്ധ്യ ഷിപ്പു, സിദ്ദിഖ് പാപ്പിരുത്തി, പഞ്ചായത്ത് സെക്രട്ടറി P ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവ് ജംഗ്ഷനിൽ ദേശീയ പതാക ഉയർത്തി. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് പതാക ഉയർത്തി. പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് PS ഷംസുദ്ദീൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. MH റഫീഖ്, CA കമാലുദ്ദീൻ, P ഇബ്രാഹിം, അബ്ദുൾ ഹൈ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഷൈനി ഹംസ പതാക ഉയർത്തി. ചടങ്ങിൽ ഗായക സംഘത്തിന്റെ ദേശഭക്തി ഗാനവും അരങ്ങേറി. മധുര പലഹാര വിതരണവുമുണ്ടായി. വൈസ് പ്രിൻസിപ്പാൾ സാജിദ റസാഖ്, സോഷ്യൽ സയൻസ് വിഭാഗം മേധാവി ജോഫി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 75 വർഷങ്ങൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ ഡോക്ടർ ജിജി പോൾ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ താലൂക്ക് പ്രതിനിധി PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വായനശാല കലാകായികവേദി താലൂക്ക് പ്രതിനിധി M ഉദയശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് PC ഗീതാമണി, കായികവേദിക്കു വേണ്ടി സുരേഷ് ചുള്ളിപ്പറമ്പിൽ, യുവതയ്ക്കു വേണ്ടി PU വില്യംസ് എന്നിവർ സംസാരിച്ചു. ബാലവേദി മെന്റർ PK ലൈജു സ്വാഗതവും വായനശാല സെക്രട്ടറി ഷാജി K ജോർജ് നന്ദിയും പറഞ്ഞു. AK ചന്ദ്രൻ, PK ആനന്ദൻ എന്നിവരും ബാലവേദി അംഗങ്ങളും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. കലാവേദി പ്രസിഡന്റായി PK ആനന്ദൻ, സെക്രട്ടറിയായി KR ആതിര എന്നിവരെ തിരഞ്ഞെടുത്തു. വായനശാല കമ്മിറ്റി അംഗങ്ങൾ, വിവിധ വേദികളിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് പതാക ഉയർത്തി. പ്രിൻസിപ്പൽ VK ഫൗസിയ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ മുഹമ്മദ് ഫലാഹ്, K സാജിദ, M ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ക്ലബ് പരിസരത്ത് വി മായിൻകുട്ടി ദേശീയ പതാക ഉയർത്തി. ക്ലബ് രക്ഷാധികാരി അബ്ദുസമദ് സന്ദേശം നൽകി. ഹുസൈൻ വലിയകത്ത്, VK മുഹമ്മദ്, MK മൊയ്തുണ്ണി, CB റഷീദ് മൗലവി, അബ്ദുറഹ്മാൻ തെങ്ങിൽ, കബീർ തെങ്ങിൽ, CM ഗഫൂർ, അബൂബക്കർ കൊപ്പര, മുഹമ്മദ് ഹുസൈൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം 105ാം നമ്പർ അങ്കണവാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് ദേശീയ പതാക ഉയർത്തി. കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. മുൻ കൗൺസിലർ സുബിത സുധീർ, അങ്കണവാടി അധ്യാപകരായ ആഗ്നസ് ലാസർ, KN സരിത എന്നിവർ സംസാരിച്ചു.
കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചാവക്കാട് ബ്ലോക്ക് വിമുക്ത ഭട കുടുംബസംഗമവും റിപ്പബ്ലിക് ദിനാഘോഷവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി NSS കരയോഗ മന്ദിരത്തിൽ നടന്ന ആഘോഷ പരിപാടി റിട്ടയേർഡ് ഡിവൈഎസ്പി കെ.ബി. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് കെ.എ. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബേബി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. 80 വയസ്സ് പിന്നിട്ട അംഗങ്ങളെയും 50 വർഷം പിന്നിട്ട ദമ്പതികളെയും ആദരിച്ചു. മികച്ച വിജയം കൈവരിച്ച അംഗങ്ങളുടെ മക്കൾക്ക് ഉപഹാരങ്ങളും നൽകി. ബ്ലോക്ക് സെക്രട്ടറി PR കാർത്തികേയൻ, KR ദേവകി, TV മണി, PV മോഹൻദാസ്, രതി മാധവ് എന്നിവർ സംസാരിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. കുന്നംകുളം 20-ാം വാർഡ് കാണിയമ്പാൽ സർഗ അങ്കണവാടിയിൽ കൌൺസിലർ, മുൻ കൌൺസിലർ, ടീച്ചർമാർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. കിടങ്ങൂർ 118-ാം നമ്പർ അങ്കണവാടിയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. വാർഡ് മെമ്പർ സുഗിത സുമേഷ് പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. അങ്കണവാടി വർക്കർ അൽഫോൺസ ടീച്ചർ സ്വാഗതവും ALMC അംഗവും ആശാവർക്കറുമായ ബൽക്കീസ് നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ പരിപാടികളും മധുരവിതരണവും നടന്നു. കിടങ്ങൂർ ജ്ഞാനോദയം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ 77-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ കലാകായിക പ്രതിഭകൾക്കുള്ള ആദരം സംഘടിപ്പിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 21-ാം വാർഡ് മെമ്പറുമായ സുഗിത സുമേഷ് പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സംസ്ഥാന തലത്തിൽ കേരള നടനം, നാടോടി നൃത്തം എന്നീ വിഭാഗത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ നിവേദ് സന്തോഷിന് ഉപഹാരം നൽകി ആദരിച്ചു. കായികമേളയിൽ ജില്ലാതലത്തിൽ 5 സ്വർണം കരസ്ഥമാക്കിയ അഹമ്മദ് സനാനെ തുടർ പഠനത്തിന് 17,050 രൂപയും ഫലകവും നൽകി വാർഡ് മെമ്പർ സുഗിത സുമേഷ് ആദരിച്ചു. ഗ്രന്ഥശാല രക്ഷാധികാരി വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല മുതിർന്ന പ്രവർത്തകനായ ജയപ്രകാശ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഗ്രന്ഥശാല സെക്രട്ടറി വിഷ്ണുമാഷ്, വൈസ് പ്രസിഡന്റ് സുബിഷ, ലൈബ്രറിയൻ ശശി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുരവിതരണവും നടന്നു. ആലിക്കര ഹിദായത്തുൽ മദ്രസയിൽ ആലിക്കര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് VA മുഹമ്മദ് ദേശീയ പതാക ഉയർത്തി. മഹൽ ഖതീബ് മുഹമ്മദ് ഫൈസി സന്ദേശം കൈമാറി. മദ്രസ സദർ ഇർഷാദ് വാഫി പ്രതിജ്ഞ ചൊല്ലി. മഹല് ജനറൽ സെക്രട്ടറി സൈദലവി ഹാജി, ട്രഷറർ ഹൈദ്രോസ്, മൊയ്തുട്ടി, മുത്തു, മദ്രസാധ്യാപകരായ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, മൊയ്തുട്ടി മന്നാനി, ഹനീഫ മുസ്ലിയാർ, KV ഹാരിസ്, രക്ഷിതാക്കൾ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. അണ്ടത്തോട് സെന്ററിൽ പ്രോഗ്രസ് പ്രസിഡന്റ് CU മുസ്തഫ ദേശീയ പതാക ഉയർത്തി. പ്രോഗ്രസ് ജനറൽ സെക്രട്ടറി MM ജബ്ബാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. MM അഷ്കർ, KCM സക്കീർ ഹുസൈൻ, PM ബാദുഷ, അലി CS, ഹസ്കർ ഷാലിൽ, റംഷാദ് KU, അക്രം കൊപ്പര, അമീർ പെരിയമ്പലം, CU ഷക്കീർ, MM മുഹമ്മദ് ഷിബിലി, AH അബു താഹിർ, റഫീഖ് ഷാലിൽ, ഷിറാസ് AR, മുർഷിദ് ഹാജാരകത്ത്, ഇർഫാൻ എന്നിവർ നേതൃത്വം നൽകി. പൊതുജനങ്ങൾക്കും വാഹനങ്ങളിലും മറ്റു യാത്രക്കാർക്കും പ്രോഗ്രസ് പ്രവർത്തകർ പായസ വിതരണം നൽകി. വടക്കേകാട് പോലീസ് സ്റ്റേഷനിൽ SI KP മൻസൂർ പതാക ഉയർത്തി. ASI ഉണ്ണികൃഷ്ണൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ജനമൈത്രി കോർഡിനേറ്റർ സക്കറിയ കുന്നച്ചംവീട്ടിൽ ആശംസകൾ നേർന്നു. സുവിധം ഫൗണ്ടേഷൻ നിർധനരായ കുടുംബങ്ങൾക്കുള്ള പെൻഷൻ വിതരണം ചെയ്തു. ചിറമനേങ്ങാട് ഗ്രാമീണ വായനശാലയിൽ നടന്ന വിതരണ ചടങ്ങിന് സുവിധം ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുരളി പാതിരിക്കാട്ട്, സെക്രട്ടറി താഴ്ത്തുപുരയ്ക്കൽ ഗോപി, ഗജാഞ്ചി ഷാജി വലിയറ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബ്ബ് ക്രിസ്തുമസും പുതുവത്സരവും ആഘോഷിച്ചു. പ്രസിഡന്റ് മാത്യൂസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് റീജിയണൽ ചെയർമാൻ രഞ്ജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന് റീജിയണൽ സെക്രട്ടറി രാജേഷ് ഗോപാൽ വീൽചെയർ നൽകി. സ്കൂൾ രക്ഷാധികാരി അജിത് ചീരൻ ഏറ്റുവാങ്ങി. കലാമത്സരങ്ങളും സമ്മാനദാനവും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,845 രൂപ, പവന് 1,18,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 345 രൂപ. ചരമം കുനമുച്ചി ചിറമൽ ദേവസി മകൻ അന്തോണീസ് നിര്യാതനായി. 79 വയസ്സായിരുന്നു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലർക്കായിരുന്നു പരേതൻ. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. കൊച്ചുമേരി ഭാര്യയും സോണി, ടോണി, റോണി എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് രാജ്യം. രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതിയ റിപ്പബ്ലിക് ദിന പരേഡ്. വിവിധയിടങ്ങളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ വർണ്ണാഭം.
വേലൂർ കിരാലൂരിൽ പ്രവർത്തനരഹിതമായ എണ്ണ നിർമ്മാണ കമ്പനി കോമ്പൗണ്ടിൽ തീപിടുത്തം. 2.5 ഏക്കറിലധികം വിസ്തൃതിയുള്ള പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടിയിൽ തെങ്ങ് കടമുറിഞ്ഞ് വീണ് വീടിന്റെ ചുമരും പാരപ്പറ്റും തകർന്നു. കല്ലിങ്ങൽ പീടികയിൽ ബീവിയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. ചൂണ്ടൽ പുതുശ്ശേരിയിൽ പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എരുമപ്പെട്ടി നെല്ലുവായിൽ റോഡരികിലെ സ്ലാബ് തകർന്ന ലോറി ചെരിഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.